ഇതുപോലെ കുറച്ച് കരിക്കട്ട നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടോ? എന്നാൽ അതാ ഇതുപോലെ ഒരു അടിപൊളി പെയിന്റ് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ കരിക്കട്ട എടുക്കുക. എന്നിട്ട് അത് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കുക. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ചധികം പാടാണ്. അതുകൊണ്ട് ഞാനിവിടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ആദ്യം ഇത് നോർമൽ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ടേ. അതിനുശേഷം ഏതെങ്കിലും കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതിവിടെ 2 ഹവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേ ഇതാ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ പിഗ്മെൻ്റ് എല്ലാം താഴോട്ട് വരും. മുകൾ ഭാഗത്തെ വെള്ളം ദാ ഇതുപോലെ കളയുക. നമുക്ക് ആ പിഗ്മെൻ്റ് ഉള്ള പോർഷൻ മാത്രം മതി. ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. ഇപ്പം നമുക്ക് കിട്ടിയത് പെയിൻ്റ് അല്ല, ഇതൊരു വാട്ടർ കളർ ടെക്സ്ചറിലാണ് വന്നേക്കുന്നത്. ഇതിങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലോട്ട് തന്നെ പോരും. ദാ ഇതുപോലെ. പക്ഷേ ഇതിൽ ഫെവിക്കോളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും ഒരു അക്രിലിക് പെയിൻറ്റിൻ്റെ ടെക്സ്ചർ കിട്ടും. ഇത് നേരത്തെ കാണിച്ച പോലെ കയ്യിലൊന്നും പിടിക്കില്ല കേട്ടോ. നമ്മൾ ഇതിലോട്ട് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബ്ലാക്ക് കളർ ഒന്നുകൂടെ ഒന്ന് ലൈറ്റായിട്ട് മാറും. പക്ഷെ നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിന് കറക്റ്റ് ആ ബ്ലാക്ക് കളർ തന്നെ വരും. അപ്പോൾ നമ്മൾ ഈ ഹോം മെയ്ഡായിട്ട് ചെയ്ത ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വേറെ കളേഴ്സിൽ പെയിൻറ്റ് ഉണ്ടാക്കുന്ന പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. ഈ ഒരു ഐഡിയ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ വഴി വന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് വെക്കാം.